സർവ്വഹായിക്കും സ്തുതി ആദ്യം മുതൽ നേരം തന്നെ ആയി. കർത്താവിൽ പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതലുള്ള വാക്യം. 1 Corinthians chapter 11 verses 23 onwards. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. കർത്താവിൽ പ്രിയമുള്ളവരെ, 2-3 ദിവസങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കുടുംബമായി കൂടി വന്ന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിശുദ്ധ കുർബാനയിലുള്ള സംസർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദിവസങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വൻകൃപകളെ നമുക്ക് ഓർക്കാം. ഇവിടെ പലപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗമാണ് നമ്മൾ വീണ്ടും വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അതിൽ പങ്കാളികളാകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പരിശുദ്ധനായ പൗലോസ്ലീഹ അതിശക്തമായി നമ്മളെ ഉറപ്പിക്കുക. അത്ര മനോഹരമായിരിക്കുന്ന ഒരു വിശദീകരണം ഇതിനെപ്പറ്റി മറ്റേതെങ്കിലും സ്ലൈഹന്മാർ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ടത് ഇത് അക്ഷരപ്രതി ഓരോന്നും പാലിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ക്രമീകരണം. കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുകയും, ഇതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ഏൽപ്പിച്ചു തരുന്നതായ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതിന് ശേഷം കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ കൈകളിൽ ഒപ്പമെടുത്ത് വാഴ്ത്തി വിശദീകരിച്ചു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കേൾക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അവൻ്റെ രണ്ടാമത്തെ വരവ് വരെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതായ കാര്യമാണ്. അദാമോ ദോസേനോ അണ്ടിലൈക്കാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നമ്മൾ അനുഷ്ഠിക്കുക. അപ്പോൾ അത് പക്ഷേ വെറുതെ സ്വീകരിക്കുക എന്നതിനേക്കാളും, അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നരുത്, കർത്താവിൻ്റെ പാനപാത്രം കുടിക്കരുതെന്നാണ് 27 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുക. തന്നെത്താൻ ശോധന ചെയ്യണം എന്ന് വേളിൽ പറയുമ്പോൾ താഴെ ഒരു വാക്യം കൂടി പറയുന്നുണ്ട്. 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വേഴ്സ് 31, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നും കൂടി പറയുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ ശോധന ചെയ്യണമെന്ന് പറയുമ്പോൾ താഴെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല.
അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ശോധന ചെയ്യാൻ സാധിക്കും. ഇപ്പം വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനൊരു പേനായും പേപ്പർ നിങ്ങളെ തന്നിട്ട് പറയുക, നിങ്ങളെ തന്നെ ഒന്ന് വിധിച്ച് നിങ്ങൾ കുറ്റം നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്തെങ്കിലും ന്യായവിധിക്ക് അർഹമായതാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു പേനായും പേപ്പറും തന്നാൽ നിങ്ങൾ എത്ര പേര്, നമ്മൾ ഓരോരുത്തരും ഇൻക്ലൂഡിങ് മീ, നമുക്കെത്ര നമ്മുടെ കുറ്റങ്ങൾ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത്. നമ്മൾ സ്വയം എപ്പോഴും മനുഷ്യൻ്റെ ആഗ്രഹം നമ്മളെ തന്നെ നീതീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാറുണ്ട്, എനിക്ക് ആരോടും പ്രശ്നങ്ങളൊന്നും ഇല്ല, എനിക്ക് ഒരു മനുഷ്യനോട് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷേ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ വേണ്ടി സുവിശേഷത്തിൽ കർത്താവ് ഓർമ്മിപ്പിച്ചിരിക്കുന്ന എന്താ? നിനക്ക് നിന്റെ സഹോദരനോട് പ്രശ്നമുണ്ടെങ്കിൽ എന്നാണോ? അങ്ങനെയാണോ? നിനക്ക് നിന്റെ സഹോദരങ്ങളോട് ഒരു പ്രശ്നമില്ല, നമ്മളത്രയും നല്ല മനുഷ്യരാരുമില്ല. പക്ഷേ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? യേശുക്രിസ്തു എന്താ പഠിപ്പിക്കുന്നത്? നിനക്ക് സഹോദരനോട് വല്ല പ്രശ്നമുണ്ടെങ്കിൽ എന്നാണോ? പിന്നെ നിന്റെ സഹോദരന് നിന്നോട് വല്ലത്, നീ ആള് നല്ലയാളാണ്, പക്ഷേ നിന്റെ സഹോദരന് നിന്നോട് എന്തോ പ്രശ്നം, അവിടെയും യു ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. അതാണ് പ്രശ്നം. അത് കർത്താവ് വലിയൊരു കൊടുക്കാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളോർക്കും പഴയ നിയമത്തിലേതൊക്കെയാണ് ഭയങ്കര ശിക്ഷാവിധി, ന്യായവിധി എന്നൊക്കെ നമ്മൾ ഓർക്കും. പഴയ നിയമത്തിൽ പറയുന്നത് എന്താ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെയാണ് പറയുന്നത്. ആരെയും കൊല്ലരുത് എന്നൊക്കെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ എന്താ പറയുക? നമ്മളോർത്ത് വളരെ ഈസിയായി യേശുക്രിസ്തു പറഞ്ഞു എല്ലാം കുറച്ച് എല്ലാം ഈസിയാക്കി തന്നു എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയാണോ? 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് അർഹനാകും, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു എഴുതിയിട്ടുണ്ട്. സഹോദരനോട് കോപിച്ചാൽ മതി, കൊല ചെയ്തതുപോലെയാണ്. പഴയ നിയമത്തിൽ അത് ചെയ്യണമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷണൽ പ്രോബ്ലംസ് പോലും, പഴയ നിയമത്തിൽ അഡൽട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് സ്ത്രീയോട് അല്ലെങ്കിൽ തിരിച്ച് തെറ്റായ തിന്മ ചെയ്യണമായിരുന്നു. പുതിയ നിയമമായപ്പോൾ നമ്മളത് ഈസിയാണ്. പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞ്, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തിരിക്കും, കടിഞ്ഞു കൂടി. പഴയ നിയമത്തിൽ പറഞ്ഞു ദശാംശം കൊടുക്കണം, 10ൽ 1 അംശം കൊടുക്കണം. പുതിയ നിയമമായപ്പോ എന്നാ പറഞ്ഞേ? നിനക്കുള്ളതെല്ലാം വിറ്റ് നിനക്ക് കൊടുക്കും. മറ്റേ 10ൽ 1 മതിയായിരുന്നു, ഇവിടെ സംഗതി മാറും. അതുകൊണ്ട് കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ സംബന്ധിക്കുന്നതും ഒരല്പം ഒന്ന് ചിന്തിച്ചിട്ട് വേണം എന്ന് സൂചിപ്പിക്കുക. അനേക കാര്യങ്ങൾ പറയാൻ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി നമ്മൾ നമ്മളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നതുകൊണ്ട് പിതാക്കന്മാർ നമുക്ക് വേണ്ടി നമ്മളെ ഒന്ന് ശോധന ചെയ്യുന്നതിനുള്ള, നമുക്ക് അടി കിട്ടാൻ അർഹതയുണ്ടോ, ദൈവകരുണയ്ക്ക് വേണ്ടി നാം അപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന നമ്മുടെ കുർബാനക്രമത്തിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. If you have Holy Kurbana Kramam with you, page number 387, 387 പേജിൽ സാധാരണ വിശുദ്ധ കുമ്പസാരത്തിന് മുമ്പായിട്ടത് ചിന്തിക്കണമെന്ന് പറയുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്നൊന്നുകൂടി പോകാം. കൺഫെഷന് വേണ്ടി ഉള്ള ഒരുക്കം എന്നുള്ളതല്ല, മനസ്സുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയും നമ്മളെ സ്വയം അവബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ സഭയുടെ 7 കൽപ്പനകൾ, 7 canons of the church, attend Holy Kurbana on obligatory days. ഒന്നാമത്തെ കാര്യം, ഞായറാഴ്ചകളിലും മോറാനായ മുതലായ കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. കത്തോലിക്ക സഭയിൽ ഒരു വാക്കുണ്ട്, എന്നാ ഉള്ള ദിവസം എന്നാ പറയുന്നത്? കടമുള്ള ദിവസം. ഓർത്തഡോക്സുകാർക്ക് കടമല്ലോ ഉണ്ടോ? ഒരു കടമില്ല, ആരോടും യാതൊരു കടമില്ല. ഞായറാഴ്ചകളോ മോറാനായ ദിവസങ്ങളോ അത് നമുക്കറിയുക പോലുമില്ല, എന്താണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. കടപ്പെട്ട ദിവസങ്ങൾ അത് പഠിക്കണം, മനസ്സിലാക്കണം. കടപ്പെട്ട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. 2, observe the 5
കാനോനിക്കൽ ഫാസ്റ്റ്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നൊയമ്പുകൾ ആചരിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞു, നമുക്ക് ആദ്യം ഭക്ഷിക്കാനായിട്ട് നൽകിയത് എന്താ? പച്ചക്കറിയാണ്. നൊയമ്പിന്റെ ദിവസങ്ങളിൽ പച്ചക്കറിയിലേക്ക് പോകുന്നതിന്റെ കാര്യം തന്നെ ആ ഏതെന്റെ പ്രതീക്ഷയിൽ കൊടുത്ത അതേ അനുഭവത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾക്കറിയാം എന്ന് പിശാചിനെ എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുക. അവിടെ നൊയമ്പ് നോക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കർത്താവിനോട് പറഞ്ഞു, ഈ കല്ലുകൾ, കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും. അതുകൊണ്ട് നൊയമ്പ് ആചരിക്കാൻ സാധിക്കണം. ഒബ്സർവ് വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഫാസ്റ്റ്സ്. ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. എന്തുകൊണ്ടാണ് ബുധൻ, വെള്ളി പറയുന്നത്? വൈ വെനസ്ഡേ? മാതാവിൻ്റെ എന്നാണ് നമ്മുടെ ഒരു ചിന്ത. വെള്ളി നമുക്കറിയാം എന്തുകൊണ്ടാണ്? ക്രൂസിഫിക്ഷൻ, കർത്താവിന്റെ ക്രൂശുമരണം, നമുക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലി. ബുധൻ മാതാവിൻ്റെ എന്നല്ല, അതുകൊണ്ടല്ല. ബുധനാഴ്ചയാണ് കർത്താവ് അല്ലെങ്കിൽ യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ദിവസമാണ് ബുധനാഴ്ച. അതുകൊണ്ടാണ് ബുധനാഴ്ച ദിവസം നമ്മൾ നൊയമ്പ് നോക്കുന്നത് എന്നുള്ളത്. പിന്നെ പട്ടക്കാരനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. കൺഫസ് ബിഫോർ എ പ്രീസ്റ്റ്. 2-3 വാക്യങ്ങൾ മാത്രം സൂചനയ്ക്ക് വേണ്ടി മാത്രം പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്നിട്ട് അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും. ഇങ്ങനെ ഊതുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ഏതെങ്കിലും സാക്രമെന്റിൽ മാമോദീസായി ഊതുന്നു. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും. എന്നിട്ട് എന്താ പറഞ്ഞ്? നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവ സ്വർഗത്തിൽ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ മോചിക്കാതിരിക്കുന്ന പാപങ്ങൾ സ്വർഗത്തിലും മോചിക്കപ്പെടാതിരിക്കും. ഇതാണ് കർത്താവ് ദ സാക്രമെന്റ് ഓഫ് കൺഫെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായ സമയമാണ്. അവിടെ എന്താണ് അർത്ഥം? നിങ്ങൾ വിശുദ്ധ കുമ്പസാരം നടത്താനായിട്ട് പുരോഹിതന് മുമ്പാകെ അല്ലെങ്കിൽ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ കടന്നു വന്നാൽ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് അറിയാവുന്നത് നിങ്ങളുടെ പാപം മോചിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ മോചിക്കാതിരിക്കുക, നീ ഇന്നടത്തെ ഇന്നാരാണോ മോചിക്കുന്നില്ല നിന്റെ എന്ന് പറയാൻ അറിയില്ല, പറയാൻ പാടില്ല. സംശയം അങ്ങനെ ഒരു സാക്രമെന്റേ ഇല്ല. പിന്നെ ഹൗ നിങ്ങൾ മോചിക്കാതിരിക്കുന്ന പാപങ്ങൾ സ്വർഗത്തിൽ മോചിക്കപ്പെടാതിരിക്കും എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അത് നിങ്ങൾ വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി പോകാതിരുന്നാല അത് നിങ്ങളും ദൈവമായിട്ടുള്ള വിഷയമാണ്. അവിടെ രണ്ടാമത്തെ പാപം. മനസ്സിലായത്? കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ കൂദാശയ്ക്ക് വേണ്ടി വരാതിരിക്കുന്നവർ എന്നുള്ളതേ ഉള്ളതിനർത്ഥം. അല്ലാതെ ആരുടെയെങ്കിലും മോചിക്കുന്നില്ല എന്ന് പറയാനായിട്ടല്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആര് വന്ന് ദൈവത്തിന്റെ സന്നിധിയില്ല. പുരോഹിതൻ റെപ്രസെന്റ് ചെയ്തത് ദൈവത്തെ മാത്രമാണ്. ഈ പുരോഹിതൻ വിവാഹം കഴിപ്പിച്ചാൽ അത് സ്വർഗത്തിലും കഴിപ്പിച്ചതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പുരോഹിതൻ വിവാഹം കഴിപ്പിച്ചാൽ സ്വർഗത്തിലും വിവാഹം കഴിക്കപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ സ്വർഗത്തിലെ രജിസ്റ്റർ ചെയ്തപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നുണ്ടോന്ന് ഉറക്കമായതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു. നിങ്ങളുടെ വിവാഹം ഒരു പുരോഹിതനല്ലേ കഴിപ്പിച്ചത്? അത് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പുരോഹിതൻ കഴിപ്പിച്ചുകൊണ്ട് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ മാമോദിസ മുക്കിയതാരാ? പുരോഹിതന തിരുമേനിയല്ലേ? അത് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ പുരോഹിതൻ തന്നെ കുർബാന ചൊല്ലി നിങ്ങളുടെ കയ്യിലോട്ട് ശരീരരക്തങ്ങളാന്ന് പറഞ്ഞ് തരുമ്പോൾ അത് കർത്താവിന് ശരീരരക്തങ്ങളായിട്ടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? അപ്പൊ ഈ പുരോഹിതൻ പാപം മോചിച്ചാൽ എന്താ നിങ്ങളുടെ വിശ്വാസം? എവിടെയാ പ്രശ്നം? സാങ്കേതികമായ തകരാറ് എവിടെയാണ്? അതെനിക്കറിയാം. ധാരാളം പ്രശ്നങ്ങളും പേഴ്സണലായിട്ടുള്ള ധാരാളം വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം മാത്രം ഞാൻ പറയാം. 28-ാം അധ്യായം 13-ാം വാക്യം സദൃശവാക്യങ്ങൾ. 28-ാം അധ്യായം 13-ാം വാക്യം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞ്, അതാ കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. ഏറ്റു പറഞ്ഞ്, ഞാൻ വീട്ടിൽ അടുക്കളയിൽ ഇരുന്ന് പറഞ്ഞോളാം എന്ന് മനസ്സിൽ പറയുകയല്ല. പിന്നെ എങ്ങനെയാ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ഈ സാക്രമെന്റ്? അതിന് പ്രാധാന്യത്തിന് വേണ്ടി 2 വാക്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മൾ നമ്മളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ
നമ്മളെ തന്നെ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഏറ്റുപറയുക എന്നുള്ളത് കൊണ്ടാണ് പുരോഹിതനെ റിസീവ് ഓർ കൺഫസ് ബിഫോർ എ പ്രീസ്റ്റ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിസീവ് ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അത് വളരെ ഒത്തിരി നമ്മൾ പഠിച്ചതായ കാര്യം. അടുത്തത് പ്രാക്ടീസ് ആബ്സ്റ്റിനൻസ് ഓൺ പ്രിസ്ക്രൈബ്ഡ് ഡേയ്സ് ആൻഡ് ഡു നോട്ട് എൻ്റർ ഇൻ ടു മാരേജ് വിത്ത് റിലേറ്റീവ്സ് with whom we have prohibited degrees of consanguinity. വിരോധിക്കപ്പെട്ട നാടുകളിൽ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. വിരോധിച്ചിരിക്കുന്ന ബന്ധങ്ങളിലും മുറകളിലും വിവാഹം കഴിക്കരുത്. നേർച്ചകൾ, ദശാംശം, റഷീസ മുതലായി പള്ളി സംബന്ധമായും സഭാ സംബന്ധമായുമുള്ള എല്ലാ ഭോഗങ്ങളും കൃത്യമായി കൊടുക്കണം. പേ ഓഫറിംഗ് ടൈത്സ് ആൻഡ് ഡ്യൂസ് ടു ദ പാരിഷ് ആൻഡ് ദി ചർച്ച്. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ദേവാലയത്തിലേക്ക് നൽകാനുള്ള സകല കടമുള്ള എല്ലാ കാര്യങ്ങളും നൽകണം. അതുകൊണ്ടാണ് ദരിദ്രയായ വിധവ 2 ചില്ലിക്കാശ് ഇടാനായിട്ട് വന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരി, നിങ്ങളിവിടെ പൈസ ഒന്നും ഇവിടെ ആകപ്പാടെ 2 കാശിനുള്ളൂ, അത് നിങ്ങളുടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു വിട്ടോ കർത്താവ്. ഇത് നോക്കി അവിടെ വന്നേച്ച് എന്നാ പറഞ്ഞേ, ഈ ദരിദ്രയായ വിധവ തനിക്കുള്ളതും കൂടി കർത്താവിനറിയാം. ഈ ദേവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിനറിയാം. ദേവാലയം എങ്ങനെയുള്ളതാണെന്ന് കർത്താവിനറിയാം. അവിടുത്തെ കാര്യങ്ങളൊക്കെയും കർത്താവിനറിയാം. പക്ഷേ ഈ ദരിദ്രയായ വിധവ തനിക്കുള്ളത് മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പേ ഓഫറിംഗ്സ്, ടൈത്സ് ആൻഡ് ഡ്യൂസ് ടു ദ പാരിഷ് ആൻഡ് ടു ദി ചർച്ച്, എല്ലാ ഭാവങ്ങളും കൃത്യമായി കൊടുക്കണം എന്ന് ഓർമ്മിക്കുന്നു. ദൈവത്തിനുള്ളത് എടുത്ത് പുട്ടടിക്കരുത്. 7 grievous sins, മരണകരമായ 7 പാപങ്ങൾ എന്തൊക്കെയാണ്? നിഗളം. ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പാപം. ബാക്കിയെല്ലാം കർത്താവ് ക്ഷമിക്കുക. മുമ്പേ തന്നെ നമ്മൾ വായിച്ചു കേട്ടു, സഹോദരൻ തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം തെറ്റ് ചെയ്ത് 7 പ്രാവശ്യം നിന്ന് അനുദപിച്ചാലും അത് കൈക്കൊള്ളണമെന്ന് പറഞ്ഞ കർത്താവ് എതിർത്ത് നിൽക്കുന്നു എന്ന് യാക്കോബ് ശ്ലീഹാവ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവം ആരോട്? നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അത് ദൈവം ക്ഷമിക്കുന്നതായ കാര്യമല്ല. അത് മരണകരമായ 7 പാപങ്ങളിൽ ഒന്നാമത്തേതാണ് നിഗളം. അതിൻ്റെ വലതുവശത്ത് കണ്ടോ 7 ജീവപ്രദമായ സൽഗുണങ്ങൾ, ക്യാപിറ്റൽ വെർച്യൂസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റാണ് കേട്ടോ. 2 നിഗളത്തിന്റെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്നാ? ഹ്യൂമിലിറ്റി, വിനയം ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. 2 സിൻസ് പറയുന്നത്, രണ്ടാമത്തേത് ഗ്രീഡ് എന്നുള്ളത്, അത്യാഗ്രഹം. എത്ര കിട്ടിയാലും മതിയാവാത്തതായ ഒരു ചിന്ത നമുക്ക്. അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അത്യാഗ്രഹം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പാടില്ല, അല്ലേ? ഇല്ലെന്നാ പറയുന്നത്. അത്രയൊന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നുള്ളതേ ഉള്ളൂ എന്നാ. ഉദാഹരണം പറഞ്ഞുതരാം. നാട്ടിലെ ഉദാഹരണം, 2 വീലർ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം എന്നാ എടുക്കണം? 4 വീലർ കഴിഞ്ഞപ്പം കുറച്ചുകൂടെ സൗകര്യമുള്ളത് വീട്. ഇവിടെ വന്ന് നമുക്കറിയാം, തുടങ്ങിയ സമയത്ത് ചെറിയ വീടൊക്കെ ആണെങ്കിലും മതിയെന്നായിരുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു. നമ്മളീ പറയുന്ന നമുക്കൊന്നും തികയുന്നില്ല, നമ്മുടെ ബാധ്യതകൾ തീരുന്നില്ല. നിങ്ങളുടെ ബാധ്യത എല്ലാം തീർന്നയച്ച് ദൈവത്തിനും എല്ലാം കൊടുക്കാനോ സഹോദരങ്ങൾക്കും എല്ലാം കൊടുക്കാനോ പറ്റും, ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും സാധിക്കില്ല. മിച്ചം പിടിച്ച പൈസയും കൊണ്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ഈ അത്യാഗ്രഹം എന്നുള്ള കാര്യം പല വിധങ്ങളിൽ നമ്മളെ പിടികൂടുന്നതായ കാര്യമാണ്. അതിൻ്റെ വലതുവശത്ത് പറഞ്ഞിരിക്കുന്നു, വെർച്വലായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ജനറോസിറ്റി. രണ്ടാമത്തേത് ജനറോസിറ്റി. മൂന്നാമത്തേത് ലസ്റ്റാണ്, മോഹം. നിങ്ങൾ ആഖാന്റെ തെറ്റിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ആഖാന് പറയുന്നതായ, യോശുവയോട് പറയുന്നതായ കാര്യം എന്താണെന്നറിയാമോ? ഞാനൊരു ബാബിലോണിയ മേലങ്കി 200 ശേക്കൽ തൂക്കമുള്ള പെൺകെട്ടിയും ഐസോ, രണ്ടാമത് പറയുന്നത് കവറ്റഡ് അറ്റു, ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു. അപ്പൊ നമ്മുടെ ഈ കാഴ്ചകൾ, ഈ സ്ത്രീ പാപം ചെയ്തു. എന്താ പറയുന്നത്? ആ വൃക്ഷഫലം കാണുവാൻ നല്ലതും തിന്മാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. അത് ഈ കാഴ്ച. അതിൽ നിന്ന് മോഹം
മുഴുത്തിട്ട് പാപത്തെ പെറുന്നു. മോഹം പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അതുകൊണ്ട് മോഹം എന്നുള്ളത് ഇവിടെ മരണകരമായ 7 പാപങ്ങളുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നത് മോഹം, പാപം, മരണം, ലസ്റ്റ് എന്നുള്ളത്. അതെല്ലാ അർത്ഥത്തിലുമാണ് കേട്ടോ. ഒന്നാമത്തെ എന്താ വലതുവശത്ത് പറഞ്ഞിരിക്കുന്നത്? ചാസ്റ്റിറ്റി, ജിതേന്ദ്രിയത്വം എന്നുള്ളതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, കണ്ണിനെയും കാതിനെയും ചെവിയെയും ആവശ്യമുള്ളത് മാത്രം കേൾക്കാനും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത്. നാലാമത്തേത് കോപം, ആങ്കർ. എന്തുവാണ് ഈ നമുക്ക് സംസാരിക്കാം, ആകപ്പാടെ പറയാൻ പറ്റുന്നൊരു ഭാവം ഇത് മാത്രമേ ഉള്ളൂ. കോപം, ഭയങ്കര കോപമാണെന്ന് പറയും. എന്തേ കോപം നമ്മൾ ചുമ്മാ ഒന്ന് അനലൈസ് ചെയ്ത് എന്തുവാ നമ്മൾ കോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വാട്ട് വി ആർ ട്രൈങ് ടു ഡു ത്രൂ കോപം. നമ്മൾ ഇവിടെ അമേരിക്കയിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കോപമാണ്. നമ്മുടെ പ്രശ്നം എന്നാ? അപ്പന് കോപമായിരുന്നു, വല്യപ്പൻ ഭയങ്കര കോപിയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ റെഡ് ലൈറ്റ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നു നോക്കുക. അങ്ങനെ ഒരു പോലീസ് വണ്ടി കുറേ ലൈറ്റ് ഇട്ട് വരുന്നു. നമ്മൾ ഒതുക്കി ഒരു സൈഡിൽ നിർത്തുന്നു. ഉടൻ തന്നെ നമ്മൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോലീസുകാരുടെ ചെവിക്കുറ്റിക്കൊപ്പം കൊടുക്കുമോ? എന്നിട്ട് പറയടാ, എന്നെ അറിയാവോ, ഞാൻ കേരളത്തിൽ നിന്നെടുത്ത ഇന്നാരാ, എൻ്റെ അപ്പം ഭയങ്കര കോപിയായിരുന്നു, വല്യപ്പൻ്റെ കാര്യം നിനക്ക് അറിയാൻ പറ്റാനില്ല, കഥയൊക്കെ ഞാൻ ഇപ്പോൾ പറയണം, മാറി നിൽക്കണം എന്നൊക്കെ പറയുമോ? അപ്പൊ എവിടെ ഇറക്കുന്നത്? കോപം ഇറക്കുന്ന എവിടാ? ഈ കോപം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പഠിക്കാനൊക്കെ ശ്രമിച്ചു. കോപം എന്ന് പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു കൺവേ സംതിങ്. നമ്മൾ ദിവസത്തിലൊരു വാക്കിന് കോപിച്ചാലും പാപം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. കോപം ഉണ്ടാകും ഒരുപക്ഷെ. ഇപ്പം ഉദാഹരണം പറയാം, നമ്മളെ കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ഒക്കെ നമ്മൾ പറയുക, നമ്മൾ ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അപ്പോൾ സ്നേഹത്തിൽ പറയേണ്ട 10 പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കാര്യം കോപിച്ച് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം കേൾക്കും. യു ആർ ട്രൈങ് ടു കൺവേ സംതിങ്. നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ആ ആശയത്തിൽ നിന്ന് മാറണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആശയത്തിൽ നിന്ന് മാറരുത്, അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആ കോപം ഈസ് എ മെത്തഡോളജി. ആങ്കർ എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മുടെ. ഒരു മീഡിയമായിട്ട് നമ്മൾ എടുക്കുന്നത്. അത്ര മാത്രം ചിന്തിച്ചാൽ മതി. യേശുക്രിസ്തു പറഞ്ഞു, ആ നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്നാ ചെയ്യണം? കോപിച്ചല്ല കൺവേ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാ? സമാധാനത്തിൽ പറഞ്ഞാൽ മതി. സ്നേഹിച്ച് പറയുമ്പോൾ ആദ്യത്തെ 10 പ്രാവശ്യം അവൻ കേൾക്കത്തില്ല. പക്ഷെ 11 തൊട്ട് അവൻ സ്ഥിരമായി ജീവിതാന്ത്യം വരെ കേൾക്കാൻ തുടങ്ങും. കോപിച്ച് പറയുമ്പോൾ ആദ്യത്തെ 10 പ്രാവശ്യം കേൾക്കും, 11 തൊട്ട് ഒരിക്കലും അവൻ കേൾക്കാൻ പോകുന്നില്ല. പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? കോപിച്ചാൽ ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം 10 വരെ ഓക്കെയാണ്. 11ാമത്തെ പ്രാവശ്യം മുതൽ അവൻ കേൾക്കാൻ പോകുന്നില്ല, ആരാണെങ്കിലും. എന്നാൽ സ്നേഹത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 10 പ്രാവശ്യവും കേൾക്കത്തില്ല, 11 മുതൽ ജീവിതാന്ത്യം വരെ അവൻ കേൾക്കും. അതാ സ്നേഹത്തിന്റെ പവർ, കോൺകറിങ് പവർ എന്ന് പറയുന്നത് ഓഫ് ലവ്. അത് ഇവിടെ പറയുകയാണ്. ആങ്കർ എന്നുള്ളത് നമ്മൾ വിട്ടിട്ട് എന്താ വേണം? മീക്ക്നെസ് എന്നുള്ളതിലേക്ക് വേണം. ഗ്ലട്ടണി, അതിഭക്ഷണം, അത് എല്ലാ രീതിയിലും പ്രശ്നമാണ്, നമുക്കറിയാം. ഇവിടെ ഒരു 10-25 വയസ്സ് വരെ കാർബൊക്കെ കഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം, ഡോക്ടർമാർ തന്നെ പറയാം. ഇപ്പം നമുക്കെല്ലാം അറിയാം, നിങ്ങൾ പഠിപ്പിക്കുന്ന മറ്റുള്ളവർ. നിങ്ങളുടെ ഡോക്ടർമാരാണെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തേച്ച് വീട്ടിൽ നിന്ന് കഴിക്കുകയും ചെയ്യരുത് കേട്ടോ. ഗ്ലട്ടണി, അതിഭക്ഷണം എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താ? സദ്ഗുണമായിട്ട് പറഞ്ഞിരിക്കുന്ന എന്താ? ടെമ്പറൻസ്, മിതത്വം എന്നുള്ളതാണ്. ഭക്ഷണത്തിലും എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കുക. 6ാമത്തത് എൻവി, അസൂയ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് വലതുവശത്ത് റെമഡി പറഞ്ഞേക്കുന്നത്? 6 കൈൻഡ്നെസ്, സഹോദര സ്നേഹം. മറ്റുള്ളവരോട് ജലസി ഉണ്ടാകാതിരിക്കുക. അസൂയ, നമുക്ക് അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ഉണ്ടോ എന്ന് സ്വയം നമ്മൾ ശോധന ചെയ്യണം. മറ്റുള്ളവരോട് സ്നേഹിക്കാൻ തക്കവണ്ണം സാധിക്കും. ഒരാളുടെ ഉയർച്ചയിൽ ഒരിക്കലും, എസ്പെഷ്യലി ഒരാളുടെ ഉയർച്ചയിൽ ഒരിക്കലും അസൂയപ്പെടരുത് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കാര്യം എന്താണെന്ന് സുവിശേഷകന്മാർ എടുത്തെടുത്ത് പറഞ്ഞു. അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് പീലാത്തോസിന് അറിയാമായിരുന്നു. യഹൂദന്മാർ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് അസൂയ നിമിത്തമായിരുന്നു എന്ന് പല പ്രാവശ്യം നമ്മൾ അത് കൂടെയാഴ്ച വായിച്ച് കേൾക്കുന്നതാണ്.
അടുത്തത് സ്ലോത്ത്, അലസത എന്നുള്ള കാര്യം. അലസത ലേശം ബാധിച്ചാൽ എന്നാ പറ്റും? അശുഭ വഴിക്ക് വശംവദരായി സ്വാത്മത്തെ സ്വയമേ നിഗനിക്കും. ഡിലിജൻസ് ഉള്ളവരായി, ജാഗ്രതയുള്ളവരായിട്ടിരിക്കണം എന്ന് പറയുകയാണ് സദ്ഗുണമായിട്ട്. വീണ്ടും ഇവിടെ പറയുന്നതായ കാര്യം, ചീഫ് സ്പിരിച്വൽ വർക്ക്സ് ഓഫ് മേഴ്സി, ആത്മീയമായി കൗൺസിൽ ദ ഡൗട്ടേഴ്സ്, സംശയമനസ്കരെ ഉറപ്പിക്കുക. അടുത്ത തന്നെ ഭോഷന്മാർക്ക് ബുദ്ധി ഉപദേശിക്കുക, പാപികളെ ഗുണദോഷിക്കുക. കണ്ടോ അടുത്തത്? കാണുന്നുണ്ടോ? ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ, ആദ്യത്തെ 3 ഒന്ന് വായിച്ചേ. ഞാൻ അപ്പോഴത്തേന് ഒരു വാക്യം പെട്ടെന്ന് എടുക്കാം. സംശയമനസ്കരെ ഉറപ്പിക്കുക, ഭോഷന്മാർക്ക് ബുദ്ധി ഉപദേശിക്കുക, പാപികളെ ഗുണദോഷിക്കുക. മതി. ഈ നമ്മൾ മറ്റുള്ള പലരോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്നും കേൾക്കുന്നുണ്ടോ? ഇല്ല. സംശയമനസ്കരം നമുക്കറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ചെല്ലുമ്പോൾ അവൻ പറയാ ഇങ്ങനെ പണി നോക്കും. പോഷണമെന്ന് അറിയാം, ബുദ്ധി ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ പറയാം നീ ഓടി അവിടുന്ന്, എനിക്കറിയില്ല ചെയ്യുന്നു. പാവികളെ എന്റെ കുഞ്ഞു ഇത് പാവോ എന്നൊക്കെ പറയാം. നമുക്ക് ഗുണദോഷിക്കാൻ ചെല്ലുമ്പോൾ നമ്മളത് ചെയ്യുന്നതല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഗുണദോഷിക്കാൻ ചെല്ലുമ്പോൾ എന്നാ പറയാം, ഓടാവേ ഓടുന്നു എന്ന് പറഞ്ഞു വിടുക. എന്താണെന്നറിയാം കാര്യം? അത് വലിയൊരു പ്രശ്നമാണ്. ഇതെല്ലാം ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ട് വേദോത്സവം പറയുന്നതായ കാര്യം എന്താണെന്നറിയാമോ? സങ്കീർത്തനം 51 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇപ്പൊ ഒന്നാമത് പറയുന്നു സ്ഥിരമായൊരു ആത്മാവ്. അടുത്തത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. അപ്പോ ഒന്നാമത് കണ്ട് സ്ഥിരമായ ആത്മാവ്, 2 പരിശുദ്ധാത്മാവ്. വീണ്ടും 12 വാക്യം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവ്. മൂന്നാമത്തെ കാര്യം, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ തന്നെ താങ്ങണം. അപ്പോ സ്ഥിരമായ ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ്, മനസ്സൊരുക്കമുള്ള ആത്മാവ് എവിടെ വേണം? എന്റെ ഉള്ളിൽ വേണം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ സ്ഥിരമായ ഒരു ആത്മാവ്, പരിശുദ്ധാത്മാവ്, മനസ്സൊരുക്കമുള്ള ആത്മാവ് എല്ലാം എന്റെ ഉള്ളിൽ ഉള്ളപ്പോൾ, അപ്പോൾ ഇതൊന്നും ദൈവമേ നീ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. അപ്പൊ എന്നാ സംഭവിക്കും? പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. മുമ്പേ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഒരു പാപി മനം തിരിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ പ്രശ്നം ഇതാണ്, നമ്മുടെ ഉള്ളിൽ എന്നാ ഇല്ല? സ്ഥിരമായ ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല, മനസ്സൊരുക്കമുള്ള ആത്മാവില്ല. നമ്മൾ വെറും മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ട് മറ്റുള്ളവർ ഉപദേശിക്കാൻ ഇത് നഷ്ടപ്പെട്ടു പോകരുത്. ആദ്യം പ്രാർത്ഥിക്കണം, എന്നിട്ട് കുമ്പസാര കർമ്മത്തിലോട്ട് പോകണം. ഓക്കെ. അടുത്തത് ഫോർഗീവ് ട്രാൻസ്ഗ്രഷൻസ്, കുറ്റങ്ങൾ ക്ഷമിക്കുക. ഇപ്പോഴും മനസ്സിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ശത്രു സംഹാരമാണെങ്കിൽ ക്ഷമിക്കാൻ തക്കവണ്ണം സാധിക്കണം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കാര്യം, പലപ്പോഴും നമുക്ക് സാധിക്കാത്ത കാര്യം. അടുത്തത് സങ്കടക്കാരെ സമാധാനപ്പെടുത്തുക, സങ്കടത്തിലിരിക്കുന്നവരെ സമാധാനപ്പെടുത്തുക. സഹനശക്തി കാണിക്കുക, വേർ റോങ് പേഷ്യൻ്റ്, വേർ റോങ്സ് പേഷ്യൻ്റ്, സഹനശക്തി കാണിക്കുക. ജീവനുള്ളവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആത്മീയമായിരിക്കുന്ന ചീഫ് സ്പിരിച്വൽ വർക്ക്സ് ഓഫ് മേഴ്സിയാണ് ഇതെല്ലാം. അടുത്തത് ചീഫ് കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി. അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, മറ്റേ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. അത് 6 ചോദ്യങ്ങളുടെ ഉത്തരമാണത്. ഇതൊക്കെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിപ്പാൻ കൊടുക്കുക, പരദേശികളെ സ്വീകരിക്കുക, നഗ്നർക്ക് വസ്ത്രം നൽകുക, കടയിലിരിക്കുന്നവരെ ചെന്ന് കാണുക, രോഗികളെ സന്ദർശിക്കുക. ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരെണ്ണം കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്,
ടു ബറി ദ ഡെഡ്, മരിച്ചവരെ സംസ്കരിക്കുക എന്നുള്ളത്. ഓക്കെ. അടുത്തത് മൗലിക സുഹൃതങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അടുത്തത് സിൻസ് അഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം. പലർക്കുള്ള സംശയമാണ്, എന്തോ ഈ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം. അതിവിടെ അക്കമിട്ട സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന കാര്യം, ഒന്ന്, ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത. ദൈവം ഭയങ്കര കരുണാവാരിധിയല്ലേ, അതുകൊണ്ട് എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത. രണ്ട്, ഡെസ്പെയർ, നിരാശ. നമുക്ക് നമ്മൾ കണ്ടതാണ്, പുലിക്ക് മുയലിനെ കിട്ടിയില്ല എന്ന് കരുതി അതൊരിക്കലും നിരാശയിലേക്ക് പോകുന്നില്ല. അത് കിട്ടുന്നിടം വരെ ഓടി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. അത് അതിനുവേണ്ടി പ്രയത്നിക്കുക, നിരാശപ്പെട്ടു പോകരുത്. അത് നിരാശ പരിശുദ്ധാത്മാവിനെതിരമാണ്. കാരണം നമുക്ക് ഹോപ്പ് ഉള്ളിൽ തന്നിട്ടുണ്ട്. ആ ഹോപ്പിലേക്ക് വരണമെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും. പ്രശ്നങ്ങളുണ്ട്. ആ പ്രത്യാശയിലേക്ക് നമ്മൾ വരണം. ഒരിക്കലും നിരാശയിലേക്ക് പോകരുതോ എന്നുള്ളതാണ്. നിരാശപ്പെടാതിരിക്കാൻ ഇരിക്കുന്ന അനേകം പേരെ എനിക്കറിയാം. ദൈവം അവരൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അടുത്തത് സത്യനിഷേധം. സത്യം നിഷേധിക്കുക, കള്ളസാക്ഷ്യം പറയുക എന്നുള്ളത്. അടുത്തത് മനഃപൂർവമായ പാപാസക്തി. അടുത്തത് സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖത, പരിപൂർണമായി അനുദപിക്കുവാനുള്ള വിമുഖത. ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്, പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങളാണ് എന്ന് ഓർപ്പിക്കുക. അതുകൊണ്ട് അവര് സത്യം യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ഇവൻ ബേത്സബൂബിനെ കൊണ്ടാണ് പാപങ്ങളെ പുറത്താക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് യേശുക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം സത്യനിഷേധം അവർ ചെയ്തത്. സത്യനിഷേധം എന്നാന്ന് വെച്ചാൽ അവർ സത്യം അറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് സിൻസ് ദാറ്റ് ക്രൈ ടു ഹെവൻ ഫോർ വെഞ്ചിയൻസ്, പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങൾ. ഒന്ന്, പ്രീമെഡിറ്റേറ്റഡ് മർഡർ, കരുതിക്കൂട്ടിയുള്ള കൊലപാതകം. ആ കൊലപാതകം എന്താണെന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാനിൽ 4-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്, സഹോദരനെയോട് കോപിക്കുന്നവനും സഹോദരനെ ഗൗനിക്കാത്തവനുമെല്ലാം കൊലപാതകിയാകുന്നുവെന്ന് പറയുന്നു. അതുകൊണ്ട് കരുതി കൂട്ടി നമ്മൾ ചെയ്യുന്നതായ കാര്യം, ഒരാളെ കൊല്ലണം എന്നുള്ളതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം. അടുത്ത സോതോമിയ പാപം, പ്രകൃതി വിരുദ്ധമായ പാപം. അതുകൊണ്ടാണ് ഇപ്പം ഈ പുതിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് തെറ്റാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെ സൃഷ്ടിച്ചെന്ന് പറയുന്നത്, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിലൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നതായ കാര്യം. അത് കരുതി നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോകുന്നവരെ ഏത് പാപവും എന്തായിട്ട് കാണണമെന്ന് രാവിലെ നമ്മൾ കണ്ടേ, രോഗമായിട്ട് കാണും. അവരെ അതനുസരിച്ച് അവരെ കരുതുകയും അവരെ ശ്രദ്ധിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ എപ്പോഴും കൂടെ ഇരിക്കുകയും തെറ്റാണെന്ന് പാപം ആണ് അല്ലെങ്കിൽ മദ്യപിച്ച് ഈ എന്താ പറയുന്ന ഒരു വിഡ്രോവൽ സിൻഡത്തിലേക്കൊക്കെ പോകുന്നവരെ നമ്മളങ്ങനെ എന്താ ചെയ്യുന്നത്? തെറ്റാണ്, ദിവസം പറയുന്നത് തെറ്റാണ് എന്ന് കരുതി നമ്മളങ്ങനെ അവരോട് ഇടപെടും എന്ന് പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങളിൽ നമുക്ക് അങ്ങനെ അവരോട് ഇടപെടുവാൻ തക്കണം. അവിടെയാണ് സംശയമനസ്കരെ ഉറപ്പിക്കുക, വർഷന്മാർക്ക് ബുദ്ധി ഉപദേശിക്കുക, പാപികളെ ഗുണദോഷിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം പരിശുദ്ധാത്മാവുള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ സാധിക്കും എന്നുള്ളത്. അടുത്തത് ഒപ്രസിംഗ് ദ പുവർ, സാധുപീഡനം, പാപങ്ങളെ ഉപദ്രവിക്കരുത് കേട്ടോ. മറ്റൊന്ന് പ്രധാനപ്പെട്ടതാണ് വേലക്കാരനെ കൂലി കബളിപ്പിച്ചെടുക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനെ അറിയാവുന്ന നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ റോഡ് വക്കിലിരുന്ന് 10 മുട്ട വിൽക്കുകയും 4 നാരങ്ങ വിൽക്കുകയൊക്കെ ചെയ്യുന്നവർ നമ്മൾ തന്നെ ചെയ്യും. അവരോട് ഭയങ്കരമായിട്ട് വില പേശും. എന്നിട്ട് തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ കയറി കഴിച്ച് വില പേശു പോകും. ഇല്ല, ഇപ്പം ഇവിടെ ആണെങ്കിൽ 18% ടിപ്പ് കൊടുക്കുകയും കൂടെ ചെയ്യും. എഴുതിയാണെടുത്ത് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളിൽ നമ്മൾ ഔദാര്യം കാണിക്കണം. എനിക്ക് ഒരച്ഛനെ അറിയാം. അച്ഛൻ ഞാനിവിടെ തയ്യാറായിരുന്ന കാനം പള്ളി നടത്താനായിട്ട് പോകുന്ന സമയത്ത്, കൊച്ചുപള്ളി നടത്താനായിട്ട് പോകുന്ന സമയത്ത് രാവിലെ ഞാൻ അച്ഛനോട് പോകുന്ന സമയത്ത് അച്ഛൻ ഞാനിവിടെ കവലയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് ഒരു 5-6 ഓട്ടോറിക്ഷക്കാർ
അച്ഛൻ്റെ പുറകെ വരും, ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക അച്ഛൻ്റെ പുറകെ. ഞാൻ ചോദിച്ചു അച്ഛൻ എന്തായിരുന്നു കാര്യം? അച്ഛൻ പറഞ്ഞു അവൻ എന്നോട് 80 രൂപ ചോദിച്ചാൽ ഞാൻ എത്ര കൊടുക്കും? 100 രൂപ കൊടുക്കും. അതുകൊണ്ടാണ് ഒരു രൂപ അച്ഛൻ്റെ ആ ഒരു ട്രിപ്പ് കിട്ടാൻ അവർക്ക് ആഗ്രഹം. നിങ്ങൾ അവരോട് മര്യാദയ്ക്ക് ഇടപെട്ട് നോക്കി, ഏത് മനുഷ്യനോടും നിങ്ങൾ മര്യാദയ്ക്ക് ഇടപെട്ട് നോക്കി. ഗീവ് ആൻഡ് ടേക്ക് കേട്ടോ എപ്പോഴും. അതുകൊണ്ട് ആരുടെ കൂലി ഒരിക്കലും കബളിപ്പിച്ചെടുക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രീതിയിലും നമുക്ക് അർഹതയില്ലാത്ത കാര്യം നമ്മുടെ കയ്യിലാകാനോ മറ്റൊരുത്തിന് അർഹതയുള്ളത് നമ്മുടെ പോക്കറ്റിൽ വെക്കാനോ യാതൊരു ഉത്തരവാദിത്വവും സാധ്യതയും നമുക്കില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാളെ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കർത്താവിൻ്റെ ശരീര രക്തങ്ങളിൽ നമ്മൾ സംബന്ധിക്കാനായിട്ട് പോകും. നല്ല ഒരുക്കത്തോടു കൂടി നമുക്ക് അതിൽ സംബന്ധിക്കാം. നമ്മളെ താഴ്ത്തി ദിവസനെ സമർപ്പിക്കാം. നമ്മളൊക്കെ വെറും നിസ്സാരരായ മനുഷ്യരാണ്. ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലും ഒരു വെറും പാവം പിടിച്ച മനുഷ്യനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുകയും വിശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ സൈക്കോളജിയൊക്കെ അനുസരിച്ച് ബിഹേവ് ലൈക്ക് എ കിങ് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ജോലി സ്ഥലത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട് നിന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സാധിക്കും. സ്മാർട്ട്നെസ്സും ഈ ഒരു ഉള്ളിലുള്ള നന്മയും അതൊന്നുമല്ല, ഇത് തമ്മിൽ വേർതിരിച്ച് കാണണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതെല്ലാം വേണം, സ്മാർട്ട്നെസ് ഒക്കെ നമുക്കുണ്ടാവണം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മൾ ദൈവമാണ് നമ്മളെ നടത്തുന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമ്മൾ തുടങ്ങിയതാണല്ലോ കർത്താവിൻ്റെ ശരീര രക്തങ്ങളിൽ സംബന്ധിച്ച്. കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ രക്തചക്രമത്തിലേക്ക് അവൻ്റെ രക്തമായി തീരും. എത്ര വലിയ പദവിയാണ്. നമുക്കറിയാൻ പാടില്ല, വാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ ആരോടായിരിക്കും? അറിയാൻ പാടില്ല. വാനവരിടയിൽ എന്ന് പറഞ്ഞാൽ മാലാഖമാർക്ക് അസൂയ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് ആരോടായിരിക്കും? മാനുഷ്യസുതരോ ആക്രോപേന്മാർക്കുണ്ടതുനൂനം. എന്തുകൊണ്ടാണ് അവരൊന്ന് കാണാനും തൊടാനും ആഗ്രഹിക്കുന്നവരെ മനുഷ്യപുത്രൻ കൈകളിലെടുത്ത് ആഘോഷിക്കുന്നു. അവരൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, തൊടാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് കൈകളിലെടുത്ത് ആഘോഷിക്കാനും അവരുടെ ശരീരത്തിന് പങ്കാളികളാകാനും എത്ര വലിയ പദവിയാണ്. ഈ മാലാഖമാര്, വീണുപോയ മാലാഖമാരെ എന്തായിട്ട് ആക്കി വെച്ചേക്കുന്നതെന്ന് അറിയാമോ? ഈ മാലാഖമാർ, ദൂതന്മാർ മനുഷ്യപുത്രന്മാരെ ശുശ്രൂഷിക്കുന്ന, എന്താണെന്ന് എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സേവകാത്മാക്കളല്ലയോ എന്നാണ് പറഞ്ഞാൽ മനുഷ്യരെ ശുശ്രൂഷിക്കാനായിട്ടാണ്. കാര്യമല്ല, മനുഷ്യന് ഈ വലിയ പദവി കിട്ടിയതുകൊണ്ട്, കർത്താവിന്റെ ശരീര രക്തങ്ങളെ സംബന്ധിക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ട്, അവിടെ ഈ പാവപിടിച്ച ഒന്നുമില്ലാത്ത ഭൂമിയിലെ നിന്ദ്യ കൂടിയായിരിക്കുന്ന നമുക്ക് ഇത്ര വലിയ മഹത്വമേറിയ പദവി ദൈവം തന്നിരിക്കുകയും നമുക്ക് സ്വയം ശോധന ചെയ്യാം. എല്ലാ വിശുദ്ധ കുർബാനയുടെ അവസാനവും വീണ്ടും നമ്മൾ കർത്താവിന്റെ കരുണയോട് അപേക്ഷിക്കുന്നതായ കാര്യമാണ്. കർത്താവെ, ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നിന്റെ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവം നൽകുന്ന അവസരങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ ഇന്നൊരാളോട് ഒന്ന് ഷെയർ ചെയ്തുവെങ്കിലും എനിക്കിപ്പോൾ ഇങ്ങനെ മെഡിറ്റേറ്റീവ് മൂഡിൽ വന്നതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. എൻ്റെ അമ്മ 6 പ്രസവിച്ചതാണ് എന്ന് പറഞ്ഞാൽ 6 മക്കൾക്ക് ജന്മം കൊടുത്തു. പക്ഷെ ഞങ്ങളിപ്പോൾ 3 പേരെ ജീവനോടുള്ളൂ. ആദ്യത്തെ അമ്മയ്ക്ക് മക്കളുണ്ടായ സമയത്ത് ആദ്യത്തെ കുഞ്ഞുണ്ടായി, പൂർണ്ണ ഗർഭിണിയായി കുഞ്ഞിന് ജന്മം കൊടുത്തു. പക്ഷെ അതിൻ്റെ നിറവൊക്കെ മാറി 2 ആഴ്ചയ്ക്കകം കുഞ്ഞ് മരിച്ചു. രണ്ടാമതൊരു കുഞ്ഞും 2 വർഷത്തിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. അങ്ങനെ ഒരു 6-7 വർഷത്തിനിടയ്ക്ക് 3 മക്കൾ, ഈ 3 പേരും മരിച്ചു. 4ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തു, പെൺകുഞ്ഞ്. ആ കുഞ്ഞിന് ജന്മം കൊടുത്തത് പ്രിമച്യൂറായിരുന്നു. അതിന് ജന്മം കൊടുത്തു എനിക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേന് കുഞ്ഞിനെ പ്രസവിച്ചു. എൻ്റെ അപ്പൻ വലിയ പ്രതീക്ഷയോടെ, ഇപ്പം ഈ ആദ്യത്തെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ച് കഴിഞ്ഞപ്പോഴത്തേന്, 2ാമത്തെ കുഞ്ഞ് മരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബാക്കിയുള്ള ഒരു ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ പറഞ്ഞു, അമ്മണി നിനക്ക് പറയാനേ പറഞ്ഞിട്ടുള്ളൂ, വളർത്താൻ പറഞ്ഞിട്ടില്ലെന്ന് കേട്ടതാണ് എൻ്റെ അമ്മ. അതിനുശേഷം 3ാമത്തേത് മരിച്ചു. 4ാമത്തേത് ഡോക്ടർ പറഞ്ഞു ഇതും മരിച്ചു എന്ന് പറഞ്ഞ അപ്പൻ്റെ കൈ കൊടുത്തു. അപ്പൻ കൈകളിൽ ആ കുഞ്ഞിനെ എടുത്ത് ആശുപത്രി വരാതെ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു. ഈ കുഞ്ഞിന് ചലിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിനെ
ജീവൻ തിരികെ കിട്ടിയെന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കും. അത് പക്ഷെ അങ്ങനെ അല്ലായിരിക്കാം, പക്ഷെ ജീവൻ അതിലുണ്ടായിരുന്നായിരിക്കാം. എന്തായിരുന്നാലും ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാൻ നഴ്സറി വെക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അടക്കിക്കുമെന്ന് പറഞ്ഞ് വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞു കൊടുത്ത വെച്ചാൽ അതിനെ കൊണ്ടുവന്ന് തിരികെ കൊണ്ടുവന്ന് അത് ജീവനോടുണ്ട്. അതാണ് എൻ്റെ മൂത്ത പെങ്ങള്. രണ്ടാമത്തെ ചേട്ടൻ ഏറ്റവും ഇളയത് ഞാൻ പറയുന്ന ചരിത്രം എന്തിനാണ് എൻ്റെ അനുഭവം ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ കാര്യം ഞാൻ പറയുന്നത്. എന്തിനായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ 3 പേര് ജീവനോട് ഇരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നിവിടെ വന്ന് നിന്ന് ഈ വചനം ഇവിടെ നിങ്ങളോട് പറയാൻ എനിക്കൊരവസരം ഈ ലോകത്ത് കിട്ടത്തില്ല. ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അത് മറ്റൊന്നിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കും. നമ്മളായിരിക്കുന്ന പൗലോസ്ലീഹയുടെ വാക്യം എപ്പോഴും എൻ്റെ തലയിലുണ്ട്. ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. അയ്യോ തമ്പുരാനെ, എൻ്റെ ദൈവമേ, നീ നൽകുന്നതല്ലാവുന്നു നല്ല ബോധ്യം മനസ്സിലുണ്ട്. ഞാൻ എൻ്റെ എളിയ ചിന്ത ഞാൻ വീണ്ടും പങ്കുവെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ 3ാമത്തെ സെഷൻ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രം വീണ്ടും പറഞ്ഞു എന്ന് ചിലടത്തൊക്കെ ഞാനിത് പറയാറുണ്ട്. ദുഃഖത്തിലും പ്രയാസത്തിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നെങ്കിൽ ദൈവം നമ്മളെ കരുതുന്ന നിമിഷമാണ്. അവിടെ നാളെ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വയം ഒന്ന് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും സുത്തർ നമസ്കാരവും കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കും. കൂടി വരുന്നതിന് കുഴപ്പമില്ല. മറ്റനാവശ്യമായ നാളെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പോകും. അനാവശ്യമായ കൂട്ടത്തിൻ്റെയോ അനാവശ്യമായ സംസാരത്തിൻ്റെയോ ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളും അന്തരീക്ഷം കോട്ടം വരുന്ന ഒന്നും ആവശ്യമില്ല. ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നാളത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നല്ലതായിട്ട് സംബന്ധിക്കാം. നമുക്ക് ലോകത്തിലൊക്കെ ദൈവം തരുന്ന ഈ നല്ല സമയങ്ങളൊക്കെ ഇല്ലേ, അത് സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഐകമത്യത്തിലും ദൈവകൃപയിലും ദൈവത്തെ എപ്പോഴും ഘോഷിക്കുന്നവരായും ദൈവത്തിൻ്റെ സാക്ഷികളായിട്ടും ഒക്കെ ജീവിക്കാൻ നമ്മുടെ ജോലിസ്ഥലങ്ങളിലൊക്കെ ദൈവത്തെ പറ്റിയൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പറയുമ്പോൾ ഉപാസനക്കും ഞാൻ മാൻകൂറിലൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെയൊക്കെ കാന്തിയൻസും ഈ വിളിലിസ്റ്റി എന്നുള്ള ആൾക്കാരുമൊക്കെ 3 നോയമ്പൊക്കെ ആവുന്ന ദിവസങ്ങളിൽ ജലപാനം പോലും കഴിക്കുക. ഒരു സ്ത്രീ 3 ദിവസം മാൻകൂറിൽ ഒരു സ്ത്രീ ഞാൻ അത്ഭുതപ്പെട്ടു. ഇറാഖി ക്രിസ്ത്യന് അവർ 3 ദിവസം വെള്ളം പോലും കുടിക്കുക എന്ന് പറഞ്ഞാൽ അവർ ജോലിക്ക് പോകും. നമ്മളെന്നാ പറയുന്നത്, ഒരു ജോലി വെള്ളം പോലും കുടിക്കാൻ ജോലി ചെയ്യാൻ പറ്റുമോ? അവർ 3 ദിവസം ജോലിക്ക് പോകും. അവിടെ കുമ്പിട്ട് നമസ്കരിക്കും. നമുക്ക് എത്രയോ മഹത്തരമായ അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നാളത്തെ നമ്മുടെ ജോലിയിൽ എത്ര നമ്മൾ കർത്താവിനെ മറ്റുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. സ്ഥിരമായ ഒരു ആത്മാവും മനസ്സൊരുക്കമുള്ള ആത്മാവും പരിശുദ്ധാത്മാവും ഉള്ളിൽ ആവസിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിതസാക്ഷ്യത്തിലൂടെ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനനായ എന്നെയും നിങ്ങളെയും ഒക്കെ ഇടയാക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നമുക്ക് സംബന്ധിക്കാം. ദൈവമെല്ലാവരും പ്രാർത്ഥിച്ചു ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. രാത്രിയിലെയും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണം. വചനം പറയാൻ കിട്ടുന്ന അവസരമൊന്നും ഞാൻ പറയാറില്ല. പട്ടാച്ചന് 2 പ്രാവശ്യം എന്നോട് തീർച്ചയായിട്ടും 2 ദിവസങ്ങളിലായി മാറി മാറി ചോദിച്ചു. എന്നും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇരിക്കാം നമ്മൾ പറഞ്ഞതാണ് ഇരിക്കാനായിട്ട്. അതുകൊണ്ട് പരസ്പരം പ്രാർത്ഥനയും ദൈവത്തെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും